أما بعد إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم. ഏറ്റവും ബഹുമാനവും ആദരവും നിറഞ്ഞ ഉസ്താദുമാരെ, സയ്യിദന്മാരെ, എന്റെ പ്രിയപ്പെട്ട കേരള ഇസ്ലാമിക് ക്ലാസ് റൂം SKSFിലെ നല്ലവരായ സുഹൃത്തുക്കളെ, അല്ലാഹു തആല ഇങ്ങനെ ഒത്തുകൂടാനുള്ള ഒരു സൗഭാഗ്യം അല്ലാഹു തആല നമുക്ക് നൽകി. അതിന് നമ്മൾ അല്ലാഹുവിനെ എത്രമാത്രം സ്തുതിച്ചാലും മതിയാവുകയില്ല. വ്യത്യസ്ത രാജ്യങ്ങളിൽ നിന്നുകൊണ്ട്, റൂമുകളിൽ നിന്നുകൊണ്ട് മൗലിദ് പാരായണം ചെയ്യാൻ സാധിക്കാത്തവരുണ്ട്. ഇങ്ങനെയുള്ള ഒരു മജ്ലിസ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ നമ്മൾ നടത്തുന്ന, പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദ്ഹ് കീർത്തനങ്ങൾ പാടുകയും പറയുകയും ചെയ്യുക എന്നുള്ളത് നമ്മുടെ ഇരുലോക വിജയത്തിനും കാരണമാകുന്ന ഇങ്ങനെയുള്ള ഒരു കാര്യം നമുക്ക് ഈ ഓൺലൈൻ രംഗത്ത് ചെയ്യാനുള്ള സൗഭാഗ്യം പടച്ച തമ്പുരാൻ നൽകിയിരിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദ്ഹ് നമുക്ക് പാടി പറഞ്ഞ് അവസാനിപ്പിക്കാൻ സാധ്യമല്ല എന്നാണ് ഇമാം ബൂസരി റളിയല്ലാഹു തആല അൻഹു പോലും പറഞ്ഞത്. എന്നല്ല, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഏറ്റവും കൂടുതൽ സ്നേഹിച്ച മഹാനാകുന്ന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു, സഹാബികളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഏറ്റവും സ്നേഹിച്ച വലിയ മഹാനാണ് സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു തആല അൻഹു. സത്യത്തിൽ ബഹുമാനപ്പെട്ട ശൈഖുന റഈസുൽ ഉലമ അനക്കർ ഉസ്താദ് എന്നാൽ അബൂദാബിയിലെ അവിടുത്തെ പ്രഭാഷണത്തിൽ പറയുകയും ചെയ്തത് ഈ വിഷയം തന്നെയാണ്. സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ഈമാൻ ഇത്ര കൂടുതലാകാനുള്ള കാരണം അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള സ്നേഹം മാത്രമായിരുന്നു. പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അറിയിച്ചിട്ടുണ്ടല്ലോ, സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ഈമാൻ തുലാസിന്റെ ഒരു തട്ടിലും മറ്റുള്ള തട്ടിൽ ലോകം അവസാനം വരെയുള്ള മറ്റുള്ള എല്ലാവരുടെയും ഈമാൻ ഒരു തട്ടിലും വെച്ച് നോക്കുകയാണെങ്കിലും സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ഈമാൻ കനം തൂങ്ങുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. എങ്കിൽ ഈ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ഈ ഹൃദയത്തിലെ ഈ നൂറിന്റെ, ഈ പ്രകാശത്തിന്റെ കാഠിന്യത, അത് മുത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള സ്നേഹം ഒന്നുകൊണ്ട് മാത്രമായിരുന്നു. ഇത് മഹാന്മാരായ സഹാബത്തിന്റെ ജീവിതത്തിൽ ഉടനീളം നമുക്ക് കാണാൻ സാധിക്കും. സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിന്റെ മാത്രം ചരിത്രമല്ല എന്നർത്ഥം. ഒരിക്കൽ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിന്റെ പ്രിയപ്പെട്ട പിതാവ് അബൂ ഖുഹാഫ റളിയല്ലാഹു തആല അൻഹു, ഇപ്പൊ നമ്മൾ റളിയല്ലാഹു എന്ന് പറയണം, സഹാബിയാണ്. മക്കം ഫതഹിന്റെ അന്ന് അബൂ ഖുഹാഫ മുസ്ലിമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഒരവസരത്തിൽ ചീത്ത പറയുന്നത്, സ്വന്തം പിതാവ് ചീത്ത പറഞ്ഞു സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു തആല അൻഹുവിന്റെ മുമ്പിൽ വെച്ചിട്ട്. ഇതാർക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല? സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിന് സഹിക്കാൻ കഴിഞ്ഞില്ല. സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിനെ പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചീത്ത പറയുന്നത് കേട്ടപ്പോ, സ്വന്തം പിതാവാണ് ഈ ലോകത്ത് എനിക്ക് പിറന്നു വീഴാൻ, എന്റെ ജന്മത്തിന്
കാരണക്കാരനായ പിതാവാണ് എന്നൊന്നും ആ സമയത്ത് ഓർക്കാതെ ഒരൊറ്റ ഇടിയങ്ങട് കൊടുത്തു സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ഇത് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചെന്ന് പറഞ്ഞു. അപ്പൊ സഹാബം, മഹാന്മാരായിരിക്കുന്ന സഹാബത്തിന് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കഴിച്ച് ബാക്കി അവരുടെ സ്വന്തം ശരീരത്തിന് പോലും ജീവിതത്തിൽ സ്ഥാനം നൽകിയിരുന്നുള്ളൂ എന്നർത്ഥം. അങ്ങനെയാണ്. കാരണം എന്താ? കാരണം പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അള്ളാഹു പറഞ്ഞില്ലേ, അന്നബിയു ഔലാ ബിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം വഅസ്വാജുഹു ഉമ്മഹാതുഹും. ഇതവര് മനസ്സിലാക്കിയവരാണ് സഹാബത്ത് കിറാം. നമ്മൾക്കത് മനസ്സിലാക്കാനുള്ള ഹൃദയത്തിന് വിശാലതല്ലാത്തത് കൊണ്ടാണ് നമ്മിൽ ചിലര് പലതും പറയുന്നത്. അങ്ങനെയാണ്. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ. കാരണം അള്ളാഹു താല പറഞ്ഞില്ലേ, മുഅ്മിനീങ്ങൾക്ക് ഏറ്റവും ബന്ധപ്പെട്ടവൻ പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. ഇത് സത്യത്തിൽ ഏറ്റവും കൂടുതൽ തിരിച്ചറിഞ്ഞവരായിരുന്നു മഹാന്മാരായിരിക്കുന്ന സഹാബത്ത് കിറാം. സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു സ്വന്തം പിതാവിനെ അടിച്ചു വീഴ്ത്തി. എന്നിട്ട് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറഞ്ഞു, നബിയേ, എന്റെ പിതാവങ്ങയെ ചീത്ത പറഞ്ഞു, എനിക്കത് സഹിക്കാൻ കഴിഞ്ഞില്ല. ഞാൻ എന്റെ പിതാവിനെ ഒരു ഇടിയങ്ങ് കൊടുത്തു. എന്റെ പിതാവ് നിലംപതിച്ചു പോയി നബിയേ എന്ന് പറഞ്ഞു. ആര്? സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു. അത്ഭുതത്തോടെ പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു തആല അൻഹുവിനോട് ചോദിച്ചു, സിദ്ദീഖുൽ അക്ബർ തങ്ങളെ, നിങ്ങൾ അങ്ങനെ ചെയ്തുവോ? അതിന്റെ ആവശ്യമുണ്ടായിരുന്നില്ല. എന്തായിരുന്നാലും നിങ്ങളുടെ പിതാവല്ലേ. ആ സമയത്ത് സുബ്ഹാനല്ലാഹ്, സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു തആല അൻഹുവിൻ പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറയുന്നു, നബിയേ, ലൗ കാന ഖരീബൻ സൈഫി ലഖതൽതുഹു. പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാണ്, എന്താണ് നബിയെ, എനിക്കത് സഹിക്കാൻ കഴിഞ്ഞില്ല. എന്നല്ല, ഞാൻ ഒന്നുകൂടി പറയട്ടെ, എന്റെ വാള് എന്റെ കയ്യിലുണ്ടായിരുന്നില്ല ആ സമയത്ത്. എന്റെ വാളെങ്ങാനും എന്റെ കയ്യിലാ സമയത്ത്, അല്ലെങ്കിൽ എന്റെ കയ്യെത്തുന്ന സ്ഥലത്ത് വാളുണ്ടാകുമായിരുന്നെങ്കിൽ എന്റെ പിതാവിന്റെ തല ഞാൻ അറുക്കുമായിരുന്നു എന്ന് സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കണം, ഇതാണ് സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ഈമാൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള സ്നേഹമായിരുന്നു. ഇത് നമുക്ക് എവിടെയും ബോധ്യപ്പെടുന്നുണ്ട്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എവിടെ പറയുന്നുണ്ടോ അവിടെല്ലാം അടുത്ത് സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു തആല അൻഹു കൂടെയുണ്ട്. ഹിജ്റയിലും സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു തആല അൻഹുവാണ് കൂട്ട്. എല്ലാവരും പോയി കഴിഞ്ഞു. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിന് പോലും അനുമതി കൊടുത്തു. ഇല്ല, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു പലതവണ അനുമതി ചോദിച്ചപ്പോഴും പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, ക്ഷമിക്കൂ അബൂബക്കർ, അല്ലാഹുവെങ്ങാനും നിങ്ങളെ എനിക്ക് കൂട്ടുകാരൻ ആക്കിയെങ്കിലോ. അപ്പൊ ഹിജ്റയിൽ പോലും പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൂട്ടുകാരൻ ആരാൻ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൂട്ടുകാരൻ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു. അതുകൊണ്ട് തന്നെ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു തആല അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഏറ്റവും വലിയ കൂട്ടുകാരനാണ്. അതുകൊണ്ട് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള സ്നേഹം ഒന്നുകൊണ്ട് മാത്രമാണ് സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു തആല അൻഹുവിന്റെ ഈമാൻ മറ്റുള്ള മുഴുവൻ ജനങ്ങളെക്കാളും ഈമാനെക്കാളും മികച്ചു നിൽക്കുന്നതും പുണ്യ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. സുബ്ഹാനല്ലാഹ്. അങ്ങനെയാണ് പ്രിയമുള്ള സഹോദരങ്ങളെ. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നമുക്ക് എത്രമാത്രം സ്നേഹിക്കാൻ കഴിയുന്നുവോ, എങ്ങനെയൊക്കെ നമുക്ക് പുകഴ്ത്താൻ കഴിയുന്നുവോ, എങ്ങനെയൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നമുക്ക് പുകഴ്ത്തി പറയാൻ കഴിയുന്നുവോ, ആ വിധത്തിലെല്ലാം നമുക്ക് പുകഴ്ത്തി പറയാം. എല്ലാം പറഞ്ഞുകൊണ്ട്
മഹാനാകുന്ന ഇമാം ബുസ്രി റളിയല്ലാഹു തആല അൻഹു പറഞ്ഞില്ലേ, ഫമബ്ലഗുൽ ഇൽമി ഫീഹി അന്നഹു ബശറു വഅന്നഹു ഖൈറു ഖൽഖില്ലാഹി കുല്ലിഹിം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ എന്തെല്ലാം നിങ്ങൾക്ക് പുകഴ്ത്തി പറയാനുണ്ടോ അതെല്ലാം പറയാം. എനിക്ക് മനസ്സിലായത് ഫമബ്ലഗുൽ ഇൽമി ഫീഹി അന്നഹു ബശറു, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു മനുഷ്യനാകുന്നു. എന്നാൽ സാധാരണ മനുഷ്യനാണോ? അല്ല. രണ്ടാമത്തെ വരി കൊണ്ട് നമുക്ക് മനസ്സിലായി എന്ത്? വഅന്നഹു ഖൈറു ഖൽഖില്ലാഹി കുല്ലിഹിം. പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്തല്ല, ഒരു സാധാരണ മനുഷ്യനല്ല. കാരണം അള്ളാഹുവിന്റെ റസൂലിനോട് ജീവനില്ലാത്ത കല്ലുകൾ പോലും സംസാരിച്ചിട്ടില്ലേ, ഇതൊരു സാധാരണ മനുഷ്യനോട് സംസാരിക്കുമോ? എന്നല്ല. വഅന്നഹു ഖൈറു ഖൽഖില്ലാഹി കുല്ലിഹിം. ലോകത്തുള്ള ഏതെല്ലാം പടച്ച തമ്പുരാന്റെ സൃഷ്ടികളുണ്ടോ, ഈ സൃഷ്ടികളെക്കാൾ എല്ലാരെക്കാളും അത്യുത്തമനാണ് പുണ്യനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നാലോ ഒരു മനുഷ്യനാണ്, അതിലെനിക്ക് അഭിമാനമുണ്ട്. അല്ലേ? അതല്ല ഈ പറയുന്നത്. മനുഷ്യനാണോ? അതേ മനുഷ്യൻ തന്നെയാണ് തിന്നുകയും കുടിക്കുകയും ചെയ്യുന്ന ഒരു മനുഷ്യനാണ്. പക്ഷേ എന്നാൽ മനുഷ്യരെക്കാളും ഉപരിയാണ്, മലക്കുകളെക്കാളും ഉപരിയാണ്. എന്നുമല്ല, ലോകത്ത് പടച്ച തമ്പുരാൻ സൃഷ്ടിച്ച ഏതെല്ലാം പടപ്പുകളുണ്ടോ, ഈ പടപ്പുകളെക്കാൾ എല്ലാവരെക്കാളും അത്യുത്തമനാണ് പുണ്യനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സാധാരണ മനുഷ്യനാണ് എന്ന് രണ്ടാമത്തെ വരി കൊണ്ട് മനസ്സിലായില്ലേ? അതാണ് ഇമാം ബുസ്രി റളിയല്ലാഹു തആല അൻഹു പറഞ്ഞത്. അങ്ങനെയാണ്. അപ്പൊ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദ്ഹ് പാടിപ്പറഞ്ഞ് അവസാനിക്കാൻ നമ്മളെ കൊണ്ട് സാധ്യമല്ല. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്വഭാവം പോലോത്ത ഒരു സ്വഭാവം ഇവിടെയില്ല. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വഭാവത്തിൽ എന്നല്ല ഏതെല്ലാം വിശേഷണങ്ങളുണ്ടോ, ഈ വിശേഷണങ്ങളിലെല്ലാം പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കവച്ചു വെക്കാൻ ഒരാളും ഇവിടെ വന്നിട്ടില്ല, ഇനി വരികയുമില്ല. ഫാഖൻ നബിയ്യീന ഫീ ഖൽഖിൻ വഫീ ഖുലുഖി വലം യുദാനൂഹു ഫീ ഇൽമിൻ വലാ കറമീ. അല്ലാഹുവിന്റെ റസൂലിന്റെ ഔദാര്യത്തിന് ഒപ്പമെത്താൻ പോലും ഒരാൾക്കും തന്നെ സാധ്യമല്ല. എന്നിട്ടല്ലേ അവിടത്തേക്ക് അടുക്കല് സാധ്യമല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സൃഷ്ടിപ്പ് പോലോത്ത ഒരു സൃഷ്ടിപ്പില്ല. പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വഭാവം പോലോത്ത ഒരു സ്വഭാവവും ആർക്കുമില്ല. അതാണ് മഹാനാകുന്ന വഅജ്മല മിൻക ലം തറ ഖത്തു ഐനി വഅഹ്സന മിൻക ലം തലിദിൻ നിസാഉ. പുണ്യകവി പറഞ്ഞില്ലേ സല്ലല്ലാഹു അലൈഹി വസല്ലം, നബിയെ അങ്ങ് എന്തൊരു സൗന്ദര്യമാണ്, അങ്ങയെപ്പോലുള്ള ഒരു സൗന്ദര്യം ഉണ്ടായിട്ടേയില്ല. വഅഹ്സന മിൻക ലം തറ ഖത്തു ഐനി. ഒരുപാട് സൗന്ദര്യമുള്ളവരെ ഞാൻ കണ്ടിട്ടുണ്ട് എന്റെ ഈ കണ്ണുകൊണ്ട് നബിയെ, പക്ഷേ ഇല്ല, എന്റെ ഈ കണ്ണുകൊണ്ട് അങ്ങയുടെ അത്ര സൗന്ദര്യമുള്ള ഒരാളെ കണ്ടിട്ടില്ലല്ലോ. എന്നുമല്ല, ഒന്നുമില്ലാതെ പാടിപ്പുകയ്ത്താൻ ഒന്നുമില്ലാതെ അവസാനം പറയാണ് വഅഹ്സന മിൻക ലം തറ ഖത്തു ഐനി വഅജ്മല മിൻക ലം തലിദിൻ നിസാഉ. ഒരു പെണ്ണിനും ഇന്നോളം അങ്ങയെപ്പോലോത്ത ഒരു സുന്ദരനെ പ്രസവിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് ഞാൻ പറയുന്നത്. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സുബ്ഹാനല്ലാഹ്, കഴിഞ്ഞിട്ടില്ല, കഴിയൂല. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രത്യേകത. ആ പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പഠിപ്പുകഴ്ത്താൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഇതും കൂടി ഇവിടുന്ന് അസ്തമിച്ചിട്ടുണ്ടെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വാഴ്ത്തി പറയേണ്ടത് എന്നാണ്? എല്ലാ മാസവുമാണ്. പിന്നെ ഈ മാസം അതിന് നമ്മൾ പ്രത്യേകം തെരഞ്ഞെടുക്കുന്നത് ഏറ്റവും ചുരുങ്ങിയത് ഈ മാസത്തിലെങ്കിലും നമ്മൾ പാടിയിട്ടില്ലെങ്കിൽ നമ്മുടെ കുട്ടികൾ എങ്ങനെ പഠിക്കും? സുബ്ഹാനല്ലാഹ്, നമ്മുടെ കുട്ടികൾക്കറിയാം. ഈ മാസം വരുമ്പോ നമ്മുടെ കുട്ടികൾക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കുന്നു അല്ലേ? നമ്മുടെ മദ്രസകളിൽ കുട്ടികൾ പറയുന്നത് എന്താ?
സുബ്ഹാനല്ലാഹ്, ഈ ഒരു പഠനമെങ്കിലും ഇതുകൊണ്ടില്ലേ ഏറ്റവും ചുരുങ്ങിയത് അതെങ്കിലും മനസ്സിലാക്കിക്കൂടെ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച്, നമ്മൾ സ്നേഹിക്കുന്ന വ്യക്തിയെക്കുറിച്ച് ധാരാളം നമ്മൾ പറയുക എന്നുള്ളത് അത് സ്വാഭാവികമാണല്ലോ. എങ്കിൽ പിന്നെ നമ്മൾ ഏറ്റവും സ്നേഹിക്കേണ്ടത് ആരെയാണ്? പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലേ? ഏറ്റവും കൂടുതൽ നമ്മൾ സ്നേഹിക്കുന്നവരെ നമ്മൾ എപ്പോഴും പറയും. നമ്മൾ ആരൊക്കെയാണോ സ്നേഹിക്കുന്നത് അവരെ നമ്മളുടെ നാക്കിൻ തുമ്പത്ത് എപ്പോഴും അവരുടെ വർത്തമാനങ്ങളായിരിക്കും വരുന്നത്. എങ്കിലോ നമ്മൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കേണ്ട ആരെയാണ്? പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോ നമ്മുടെ മക്കൾക്ക് ഏറ്റവും ചുരുങ്ങിയത് റബീഉൽ അവ്വൽ മാസത്തിൽ എന്നല്ല പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദ്ഹിന്റെ മാസം അല്ല, പിന്നെ 12 മാസവും നമ്മൾ മദ്ഹ് പറയണം. പക്ഷേ ഏറ്റവും ചുരുങ്ങിയത് ഈ മാസത്തിലെങ്കിലും എന്നാണ് നമ്മൾ പറയുന്നത്. അല്ലാഹുവിന്റെ റസൂലിന്റെ മദ്ഹ് ഈ മാസം എന്ന് മാത്രമല്ല, സല്ലല്ലാഹു അലൈഹി വസല്ലം. കാരണം എന്താ? നമുക്ക് നിർബന്ധമാണ് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പറയൽ. ഹസാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞില്ലേ, നബിയെ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, എന്റെ ബാധ്യതയാണ് എന്ത്? അങ്ങയെ പറയൽ എന്റെ മേൽ നിർബന്ധമാണ്, അതുകൊണ്ട് ഞാൻ പറയുന്നു. അതല്ലേ ഇമാം ബുസീർ റളിയല്ലാഹു തആല അൻഹുവും പറഞ്ഞത്, മുഹമ്മദുൻ ശുക്റുഹു ഫർളുൻ അലൽ ഉമമി സല്ലല്ലാഹു അലൈഹി വസല്ലം. സുബ്ഹാനല്ലാഹ്. മനസ്സിലായില്ലേ? നമ്മൾ എവിടുന്നാ തുടങ്ങിയത്? സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിന്റെ സ്നേഹത്തിലാണ് തുടങ്ങി. ഇത് ഒരു സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ മാത്രം ചരിത്രമല്ല, മഹാന്മാരായിരിക്കുന്ന സഹാബത്തിന്റെ മുഴുവനും ചരിത്രമാണ്. സ്വന്തം നഫ്സിനേക്കാൾ പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരുമേനിയെ അവർ സ്നേഹിച്ചിരുന്നു. അവർക്ക് വന്നിരുന്ന കൂരമ്പകൾ പോലും, ഉഹദ് യുദ്ധത്തിൽ പോലും അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് കാവൽ നിന്നുകൊണ്ട് സ്വന്തം നെഞ്ചത്തിലേക്ക് അവർ ഏറ്റുവാങ്ങി. മഹാന്മാരായിരിക്കുന്ന സഹാബത്ത് കിറാം എന്തുകൊണ്ടാണ് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒന്ന് പറഞ്ഞു വെച്ചിട്ടുണ്ട്, ലാ യുഅ്മിനു അഹദുക്കും ഹത്താ അകൂന അഹബ്ബ ഇലൈഹി മിൻ വാലിദിഹി വവലദിഹി വന്നാസി അജ്മഈൻ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രിയമുള്ള സഹോദരങ്ങളെ, അങ്ങനെയാണ് ഇത് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പിന്നെ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളില്ലാതെ ഈ ഭൂമിലോകത്ത് എന്തിന് ജീവിക്കണം എന്നുള്ള മനസ്സ്, എന്നുള്ള ഹൃദയമുള്ളവരായിരുന്നു മഹാന്മാരായിരിക്കുന്ന സഹാബത്ത് കിറാം. അതുകൊണ്ട് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുന്നിലേക്ക് വന്ന ഓരോ കൂരമ്പും സ്വന്തം നെഞ്ചി വിടർത്തി കാണിച്ചു കൊടുത്തു മഹാന്മാരായിരിക്കുന്ന സഹാബത്ത് കിറാം. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ശുക്ർ ചെയ്യാ നമുക്ക് നിർബന്ധമാണ്. ഇതാണ് മഹാനാകുന്ന ഇമാം ബുസരി റളിയല്ലാഹു തആല അൻഹു പറഞ്ഞത്, മുഹമ്മദുൻ ദിക്റുഹു റൂഹുൻ ലി അൻഫുസിനാ മുഹമ്മദുൻ ശുക്റുഹു ഫർദുൻ അലൽ ഉമമീ. പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മൾ പറഞ്ഞു വന്നത് സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ഈമാൻ ഒരു തട്ടിലും, ഇനി വരാനിരിക്കുന്ന മുഴുവൻ ആളുകളുടെയും ഈമാൻ മറ്റൊരു തട്ടിലും കനം തൂങ്ങുകയാണെങ്കിൽ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ഈമാൻ മുൻതൂക്കം നിൽക്കുമെന്ന് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. മഹാന്മാര് പറയാണ്, ഇതിനുള്ള കാരണം അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള മഹബ്ബത്താൻ, സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിനുള്ള മഹബ്ബത്താൻ. അല്ലേ, നമ്മളിപ്പോ പറഞ്ഞു സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവാണ് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഹിജ്റയുടെ വേളയിൽ ഗാർ സൗറിൽ കൂട്ട് എന്നല്ല, സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ കുടുംബം ആയിഷ ബീബി റളിയല്ലാഹു അൻഹ പുന്നാര മകള് പറയുന്നില്ലേ, അന്നുണ്ടായ എന്റെ പിതാവിന്റെ സന്തോഷം അത് വല്ലാത്ത ഒരു സന്തോഷമായിരുന്നു എന്ന്
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു തആല അൻഹുവിനോട് പറഞ്ഞു, സിദ്ദീഖുൽ അക്ബർ തങ്ങളെ ഹിജ്റക്കുള്ള അനുമതി കിട്ടിയിട്ടുണ്ട്, അതുകൊണ്ട് വേഗം പുറപ്പെടണം എന്ന് സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു. സുബ്ഹാനല്ലാഹ്. സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിച്ചു, നബിയേ, അങ്ങയുടെ കൂടെ കൂടാൻ ഒരാഗ്രഹമുണ്ട്, അങ്ങ് അനുവദിക്കുമോ? സല്ലല്ലാഹു അലൈഹി വസല്ലം. സുബ്ഹാനല്ലാഹ്. സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിനോട് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മറുപടി പറഞ്ഞു, നഅം, അതെ, നിങ്ങൾ എന്റെ കൂടെ വരൂ എന്ന്. സുബ്ഹാനല്ലാഹ്. സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിന് അപ്പോൾ ഉണ്ടായ ഒരു സന്തോഷം, ഈ ഒരു സന്തോഷം ഒരു വല്ലാത്ത സന്തോഷമായിരുന്നു എന്നല്ല, ഈ സന്തോഷം കാരണം കൊണ്ട് സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു കരഞ്ഞുപോയി എന്ന് മഹദിയാകുന്ന ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ പറയുന്നുണ്ട്. മഹാനാകുന്ന ആയിഷുമ്മ ബീവി റളിയല്ലാഹു അൻഹ പറയാണ്, അന്നാണ് എനിക്ക് സത്യത്തിൽ മനസ്സിലായത്, അന്ന് ആയിഷ ബീബി റളിയല്ലാഹു അൻഹ കുട്ടിയാണല്ലേ, 7-8 വയസ്സാണ് മഹദിയാകുന്ന ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹക്ക്. പക്ഷേ ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ പറയുന്നുണ്ട്, ഒരു മനുഷ്യന് സന്തോഷം വരുമ്പോ കരയും എന്ന് എനിക്ക് അറിഞ്ഞത് എന്റെ പിതാവ് കരഞ്ഞത് കൊണ്ടാണ് എന്ന്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ഈ വാർത്ത സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു. ഏത്? സിദ്ദീഖുൽ അക്ബർ തങ്ങളെ, നിങ്ങൾ എന്റെ കൂടെ പോന്നോളൂ എന്ന് പറഞ്ഞു. മഹദിയാകുന്ന ആയിഷ ബീബി റളിയല്ലാഹു അൻഹ പറയാണ്, എന്റെ പിതാവിന്റെ ഈ കരച്ചില് ഞാൻ ഒളിഞ്ഞു നിന്ന് ഉള്ളിൽ നിന്ന് കാണുന്നുണ്ട്. സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു തആല അൻഹു അല്ലാഹുവിന്റെ റസൂലും മഹദിയാകുന്ന ആയിഷുമ്മ ബീബി റളിയല്ലാഹു തആല അൻഹയും തമ്മിലുള്ള നിക്കാഹ് കഴിഞ്ഞിട്ടുണ്ട്, പക്ഷെ വീട്ടിൽ കൂടൽ കഴിഞ്ഞിട്ടില്ല. അത് മദീനത്തെത്തിയതിനു ശേഷമാണ്. പക്ഷേ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു തആല അൻഹുവിന്റെ വീട്ടിലേക്ക് കടന്നു വരുന്നത് ആര് നോക്കുന്നുണ്ട്? മഹദിയാകുന്ന ആയിഷുമ്മ ബീബി റളിയല്ലാഹു തആല അൻഹ നോക്കുന്നുണ്ട്. ആയിഷ ബീബി റളിയല്ലാഹു അൻഹ എന്നിട്ട് പറയാണ്, എന്റെ പിതാവിന് അന്നുണ്ടായ ഒരു സന്തോഷം ഇതെന്തുകൊണ്ടാ? ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള മഹബ്ബത്താണ്. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രിയമുള്ള സഹോദരങ്ങളെ, അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള എങ്ങനെയൊക്കെ പുണ്യനബിനെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നമുക്ക് വാഴ്ത്തി പറയാൻ കഴിയുന്നുവോ അങ്ങ് അതെല്ലാം നമ്മൾ പറയണം. അത് തന്നെയാണ് സ്നേഹം. അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ.